ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തി കുരുമുളകിട്ട് വറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മത്തിക്കറിയാണ് ഇത്. നമുക്കിപ്പോൾ നെയ്മത്തിയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ, ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ മതി, പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് പിളർന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് പിളർന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം അല്പം കുറവാണെന്ന് തോന്നി, അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതുവരെ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12 മത്തിയാണ് എടുത്തത് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ടത് അരപ്പിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത്, നമ്മൾ ആദ്യമേ എണ്ണയൊന്നും ചേർത്തിട്ടില്ല, ലാസ്റ്റ് മാത്രമുള്ള എണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ച് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മത്തിക്കറി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തി കുരുമുളക് ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കേ, താങ്ക് യു.